മലപ്പുറത്ത് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ കണ്ടെത്തി. മലപ്പുറം വലിയ പറമ്പ് ദേശീയപാതയിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ സംഭവ സ്ഥലത്തെത്തി. ദേശീയപാത നേരത്തെ തകർന്ന കുരിയാടിന് സമീപമാണ് വലിയ പറമ്പ്. ഇംതിയാസ് കരീം ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഇംതിയാസ്, കുരിയാടിന് തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി കാണാം വീണ്ടും പാത ഇടിയുന്നു എന്നുള്ളത്. ഡൽഹിയിലെ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്ന ഒരു സമയത്തു കൂടിയാണ് എന്ന ആശ്ചര്യം കൂടിയുണ്ട്. വിവരങ്ങൾ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം കൂരിയാട് നേരത്തെ തകർന്ന ദേശീയപാത നമുക്കറിയാം. അവിടെ നിന്ന് വളരെ കുറച്ചു ദൂരം മാറിയിട്ടാണ് ഈ വലിയ പറമ്പ് എന്ന സ്ഥലമുള്ളത്. അവിടെയാണ് ഇപ്പോൾ ദേശീയപാത കുറച്ച് താഴ്ന്ന നിലയിൽ കണ്ടെത്തിയത്. ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽ തന്നെയാണ് ഇത് ആദ്യഘട്ടത്തിൽ പെട്ടത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് ഇവിടെ കറുത്ത പെയിന്റ് അടിച്ച് കാണുന്ന ഭാഗമുണ്ട്. അതായത് ഈ ടെക്നോളജിയെ കുറിച്ച് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതാണ്. ഒരേ വരിയിൽ ഒരേ നിരയായിട്ട് പോകേണ്ട ഒരു കല്ലുകളാണ് ഇത്. അങ്ങനെയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ താഴ്ന്നതിന്റെ, അതായത് ഒരടി താഴേക്ക് പതിച്ചതിന്റെ ഭാഗമായിട്ട് കല്ലുകൾ തമ്മിൽ വിടവുണ്ട്. ഇത് നേരെയല്ല ഈ കല്ലുകളൊന്നും നിൽക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ കറുത്ത പെയിന്റ് അടിച്ച ഭാഗത്തെല്ലാം കല്ലുകൾ, ഒരു ഭാഗത്തെ കല്ലുകൾ കുറച്ച് താഴേക്ക് നീങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇനി ഈ സർവീസ് റോഡിന്റെ താഴെ ഭാഗത്തേക്ക് പോയാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഗുരുതരമാണെന്ന് കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. ആ ഭാഗങ്ങളൊന്ന് എനിക്ക് കാണിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അതായത് സർവീസ് റോഡിന്റെ താഴെ ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, താഴെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോൺക്രീറ്റ് എല്ലാം വെച്ച് ഇതിനെ കെട്ടിപ്പൊക്കിയ സ്ഥലമാണ്. മണ്ണ് വെച്ച് കെട്ടിപ്പൊക്കിയ ആ സ്ഥലമാണിത്. അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കിതൊരു ഇവിടെ നിന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ക്യാമറ ഇവിടെ നിന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറം ഭാഗം കാണണം. കാരണം ഇത് ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങി തൊട്ടപ്പുറം ഭാഗമാണ് നമുക്ക് കാണേണ്ടത്. പക്ഷെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ, കാരണം ഒരു ഭാഗം, ഇതിന്റെ നടുഭാഗം പൂർണ്ണമായി താഴേക്ക് ഇംതിയാസാണ്. അതിൻ്റെ ഘടന തെറ്റുമ്പോൾ അത് വ്യക്തമായും പ്രേക്ഷകരെ കാണിക്കാനുള്ള ശ്രമമാണ്. തീർച്ചയായും അടിയിലേക്ക് പോകുമ്പോൾ അവിടെ നെറ്റ്വർക്കിൻ്റെ ഒരു പരിമിതി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വീണ്ടും കണക്ഷൻ ലഭ്യമാകും. വളരെ ഗൗരവമേറിയ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ കൂരിയാടിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ വലിയ പറമ്പ് എന്നുള്ളത്. വലിയ പറമ്പ് മേഖലയിലാണ് ഈ പ്രതിസന്ധി വീണ്ടും രൂപപ്പെടുന്നത്, വിള്ളൽ ഉണ്ടാകുന്നത്. അവിടെ അലൈൻമെൻ്റ് ഒക്കെ തന്നെ മാറുന്ന ഒരു സാഹചര്യം, ഘടന മാറുന്നുണ്ട്. റോഡിൽ നിന്ന് തന്നെ, അപ്രോച്ച് റോഡിൻ്റെ ആ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. വലിയ തോതിൽ തന്നെ ഇംതിയാസ് ഇപ്പോൾ വീണ്ടും ക്ലിയറാണ്. വിഷ്വൽസ്, ദൃശ്യങ്ങളൊക്കെ ക്ലിയറാണ്. ഇംതിയാസ് പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിൽ തന്നെ ആ ഒരു ഘടനയിൽ മാറ്റം സംഭവിക്കുന്നത് കാണാൻ കഴിയുന്നു. നാട്ടുകാരാണോ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയത്? ഇതിനുശേഷം ദേശീയപാത അധികൃതർ ആരെങ്കിലും അവിടേക്ക് എത്തിയോ? ദേശീയപാത അധികൃതരും ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തിയില്ല. നേരത്തെ കൂരിയാട് ഭാഗത്തൊക്കെ വന്ന് അവർ പരിശോധന നടത്തി പോയിരുന്നു. NHAയുടെ അധികൃതരൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടുകാർ തന്നെയാണ് ഇങ്ങനെ അലൈൻമെന്റ് മാറിക്കിടക്കുന്നതായിട്ട് ആദ്യഘട്ടത്തിൽ പറഞ്ഞതും നമ്മൾ ഇവിടെ വന്ന് ഈ ദൃശ്യങ്ങളെല്ലാം ഒപ്പിയെടുത്തതുമല്ല. ഇപ്പൊ ഇവിടെയുള്ള ഒന്ന് രണ്ടാളുകൾ നമ്മോട് സംസാരിക്കുമെന്ന് തോന്നുന്നു. എപ്പോഴാണ് കണ്ടത് ഈ സംഭവം? കാണാൻ കുറെ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കുറെ ദിവസമായിട്ട് ഇങ്ങനെ പൊട്ടി അവിടെ വെക്കാം. കുറെ ദിവസമായിട്ട് എല്ലാവരും തന്നെ അഭിപ്രായം പറഞ്ഞത് നമ്മൾ ഒരു ദിവസം എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ബിസിനസ് വേറെ ഇതാണ്, ആക്രി കച്ചവടക്കാരായിട്ടാണ്. അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ ഇങ്ങനെ ഈ വിഷയം ഇതിന്റെ തൊട്ട് ഭാഗത്തെ കുറെ കടകളും ഇതുപോലെയുള്ള വാഹനങ്ങളുടെ സർവീസ് സെന്ററും വാഹനങ്ങളുടെ കടകളൊക്കെ ഉണ്ട് അല്ലെ? ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഭീഷണിയായിട്ട് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിപ്പോ വർക്ക്ഷോപ്പ് നമ്മള് കമ്പനിക്കാരൻ്റെ ആണ്. ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു. കൂരിയാടാണെങ്കിൽ ഒരു ഭാഗം മുഴുവനായിട്ട് പതിച്ചു, താഴേക്ക് വീണു. ഇത് കുറച്ചുകൂടി ഗുരുതരമാണെന്ന് തോന്നുന്നുണ്ട്. ഇതും ഗുരുതരം തന്നെയാണ്. ഇത് നമ്മളിപ്പോ കാണുകയാണ്. പക്ഷെ ഇതിനപ്പുറത്ത് തന്നെ മാർക്ക് ചെയ്ത കട്ടകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഈ മാർക്ക് ചെയ്യാതെ കട്ടണത് അപ്പുറത്ത് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം. അങ്ങനെ ഓരോ കട്ടക്ക് വിളിച്ച് വന്നുകൊടുക്കുന്നത്. ഇതിപ്പോ വെച്ചാൽ അത് മാത്രമല്ല, ഇപ്പൊ വെച്ചാൽ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു മഴ ഇതിന് ശേഷം വന്നിട്ടുള്ളൂ. ഇതിപ്പോ മഴ വരാൻ കിടക്കണേ ഉള്ളൂ. അതൊക്കെ എന്താ പറയുക, ഇത്രയും ഹൈറ്റിൽ ഇവിടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഡേഞ്ചർ തന്നെയാണ്. വലിയ അപകടം തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ അത് അങ്ങനെ വ്യക്തമാവുന്നുണ്ട്. കാരണം ഒരു റോഡ് പൂർണ്ണമായി നിൽക്കുന്ന ഒരു റോഡിന്റെ ഒരു ഭാഗം താഴേക്ക് തെന്നി മാറുന്നു
എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന തരത്തിലുള്ളതാണ്. കാരണം ഇപ്പോൾ അങ്ങനെ തെന്നി മാറിയ ഭാഗത്ത് കറുത്ത പെയിന്റ് അടിച്ചു വെച്ചിട്ടുള്ളത് ലെയറായിട്ട് പോകേണ്ട ആ കട്ടകളാണ്, അതാണ് ഇപ്പോൾ തെന്നി മാറുന്നത്. കോൺക്രീറ്റ് പാളികളാണ് തെന്നി മാറുന്നതെങ്കിൽ അതിപ്പോൾ ഒരു പക്ഷേ വലിയ ഒരു പ്രതിസന്ധി ഒന്നും രൂപപ്പെടുന്നത് നമുക്ക് അങ്ങനെ വലിയ ഒരു ആശങ്കയില്ലെങ്കിലും ഇതിൻ്റെ ലോങ് റണ്ണിങ് ഇപ്പോൾ മഴ ശക്തമാകുന്നു, വലിയ വാഹനങ്ങൾ പോകുന്നു, കാലക്രമേണ അതിൻ്റെ ഈ മാറ്റം വലിയ തോതിൽ ഉണ്ടായേക്കാം, രൂപപ്പെട്ടേക്കാം, ഘടന മാറിയേക്കാം. അതൊക്കെ അപകടത്തിന് കാരണമാണ്. വ്യക്തമായും അവിടെ പരിശോധന നടത്തേണ്ടതാണ്. ഒരു ബലക്ഷയത്തിലേക്ക് എത്തുന്ന ഒരു സൂചനയാണോ ഇത്? തീർച്ചയായിട്ടും. കാരണം നേരത്തെ ഇപ്പോൾ ഇവിടെ നാട്ടുകാർ നമ്മളോട് സംസാരിച്ചിരുന്നു. കാരണം ഒരു മഴ പെയ്തപ്പോൾ ദേശീയപാതയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ മഴ പെയ്ത്, ശക്തമായ മഴയൊക്കെ പെയ്ത് കുറെ കൂടെ വെള്ളം താഴേക്ക് ഇറങ്ങി അങ്ങനെയൊക്കെ ആവുമ്പോൾ, തൊട്ടപ്പുറത്ത് വയലാണുള്ളത്, അങ്ങനെയൊക്കെ വെള്ളം വന്ന് കുറെ കൂടെ ഇത് ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും താഴേക്ക് പതിക്കുമോ, കൂടുതൽ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. നേരത്തെ നമ്മൾ റോഡിലാണ് വിള്ളൽ കണ്ടിരുന്നതുവെങ്കിൽ ഇപ്പോൾ ഇതിന്റെ കോൺക്രീറ്റ് ഭിത്തികളിലടക്കം, അതായത് താഴെ ഭാഗത്തുള്ള കോൺക്രീറ്റ് ഭിത്തികളിലടക്കം വിള്ളലുകൾ വരുന്നു. അങ്ങനെ വിള്ളൽ വരുന്ന ഭാഗത്ത് ഇവർ താൽക്കാലികമായി പലരും വന്ന് ഇതിന്റെ ഇവിടെയുള്ള ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ വന്ന് ഇത് താൽക്കാലികമായി അടക്കുന്നൊക്കെയുണ്ട്. പക്ഷേ അങ്ങനെ അടച്ചാൽ പോലും താഴെ ഭാഗത്തുള്ള വിള്ളൽ അതുപോലെ തന്നെ അവിടെ നിൽക്കുമെന്ന കാര്യം ഇവരാരും ആലോചിക്കുന്നില്ല. പക്ഷേ ഒരു ശാശ്വതമായ പരിഹാരം വേണം. ആ പരിഹാരം എങ്ങനെ കാണണം? ഇവിടെ പാലമായിരുന്നോ നിർമ്മിക്കേണ്ടത്, അതോ ഇങ്ങനെ തന്നെയായിരുന്നു കെട്ടിപ്പൊക്കേണ്ടത് എന്ന സംശയമാണ് ഈ നാട്ടുകാരടക്കം പറയുന്നത്. തീർച്ചയായിട്ടും അശാസ്ത്രീയതയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ഈ ദേശീയപാതയുടെ പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. ഒരു ഭാഗത്ത് റോഡിലാണ് വിള്ളലിയെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ഈ ടെക്നോളജിയുടെ ഒരു ഭാഗത്ത് അലൈൻമെന്റ് താഴുന്നു, കട്ടകളിൽ വിള്ളൽ വരുന്നു. സർവീസ് റോഡിന്റെ താഴെ ഈ വലിയ പറമ്പ് എന്ന പ്രദേശമാണ്. അവിടെയാണ് ദേശീയപാതയിൽ വിള്ളൽ രൂപപ്പെടുന്നത്. അതിനടിയിലേക്ക് പോകുന്ന ഭാഗത്തും ഉള്ള ബലക്ഷയമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ അശാസ്ത്രീയമായ രീതിയിൽ ഒക്കെ തന്നെയാണ് ഈ പാത കെട്ടിപ്പൊക്കിയത് എന്ന